ഹലോ അസ്സാം വലൈക്കും. അപ്പം ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ, കൈ കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ കയ്യിനൊരു വേദന ഉണ്ട്, അപ്പോൾ അത് കാണിക്കാൻ പോവാം. അപ്പം മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം ഞാനും പൊന്നും ഒക്കെയും കൂടി കൊണ്ടോട്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങും വേണം. അപ്പോൾ അങ്ങനെ പോയി ഡോക്ടറെ കാണിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയാൽ പിന്നെ നോമ്പിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും വേണം. അപ്പോൾ അതിൻ്റെ മുന്നേ പോയി വരാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോവാണ്. എന്തായാലും ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊന്നൂന് പിന്നെ എപ്പം പോരുമ്പോൾ ഒരു പാവക്കുട്ടീനെയും കൂടെ കൂട്ടണം കേട്ടോ. അപ്പോൾ ബാഗൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാവക്കുട്ടിയും ബാഗും അവളെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഡോറ ബുജി പോണ മാതിരി കേട്ടോ. അപ്പോൾ ഇതാ മടിയിലുണ്ട് കേട്ടോ. അതിൽ നിറച്ച് പാവക്കുട്ടിയാണ്. അതിൽ കൊള്ളണത്തോളം കുത്തി തിരികെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഡോക്ടറെ അടുത്ത് ഉണ്ടോ എന്ന് നോക്കുകയാണ്. അപ്പോൾ കുറേ ഡോക്ടർമാരുടെ അടുത്ത് പോയി നോക്കി. അപ്പോൾ അവിടെയൊക്കെ ഡോക്ടർമാർ എന്താ പറയുക ലീവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പോയിട്ടോ. ഇത് എല്ലിൻ്റെ ഡോക്ടറാണ്. അപ്പോൾ അവിടെ പോയി. ഇത് ഹോമിയോ ഡോക്ടറാണ്. അപ്പോൾ വേറെ ഇവിടെ നിന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിട്ടോ. അവിടെ പോയി ഡോക്ടറെയൊക്കെ കാണിച്ച് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താ പറയുക, എല്ലിങ്ങനെ നമ്മൾ കയ്യിൻ്റെ മുട്ട ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ വെച്ച് തട്ടുമ്പോൾ അത് എന്താ പറയുക പരിക്കേൽക്കുന്നതാണ്. അപ്പോൾ നല്ല റെസ്റ്റ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടോ. നമുക്ക് പിന്നെ റെസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. വീട്ടിൽ ചെറിയ കുട്ടികളും സ്കൂൾക്ക് പോകാനുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ റെസ്റ്റ് ഇട്ടാൻ നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഒരാഴ്ചക്ക് മരുന്നൊക്കെ തന്നു. പിന്നെ അതൊക്കെ വാങ്ങിയതിന് ശേഷം കൊണ്ടോട്ടി ബഡ്ജറ്റ് കയറിയിട്ടോ. ബഡ്ജറ്റ് കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കയറി ഇന്ന് ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും പച്ചക്കറികളൊക്കെ വാങ്ങിയിട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങുന്ന വീഡിയോ ആണിത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഓരോ സാധനങ്ങൾ ഇങ്ങനെ വിലയൊക്കെ ചോദിച്ച് നോക്കണം. ഓഫറുള്ള ഇതൊക്കെ കണ്ടിരുന്നു. അപ്പോൾ മാങ്ങ, പിന്നെ ഓറഞ്ച്, ആപ്പിള്, എന്താ പറയുക വത്തക്ക, അങ്ങനത്തെ വാട്ടർമെലോൺ, അങ്ങനത്തെ എല്ലാം ഓഫറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടോ കുറേശ്ശെ. അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ കുറച്ച് നേരം നിന്നപ്പോഴേക്ക് പൊന്നുവിന് ചെറിയ കുട്ടികളെ കണ്ടപ്പോൾ ഒരിടത്ത് ഓടുക കേട്ടോ. നിറച്ച് കണ്ടമാനം ആൾക്കാരുണ്ട് കേട്ടോ. ഓഫറുള്ള ദിവസം അധികം ആൾക്കാരാണ്. നല്ല തിരക്കാണ് ഇവിടെ കേട്ടോ. പൊന്നോ അടുക്കണ്ട, അതിൻ്റെ ചാരേ ഇതൊക്കെ വെറുതെ ഇങ്ങനെ ഇടുകയാണ്. അങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ റംബുട്ടാൻ ഡ്രാഗൺ ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് അത് ജ്യൂസ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ വാങ്ങി ഞങ്ങളിത് ജ്യൂസ് അടിക്കാൻ വിചാരിച്ചപ്പോൾ ആദ്യമായിട്ട് കഴിക്കാണ് കേട്ടോ. ഞങ്ങളിത് വാങ്ങിയിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല റേറ്റും ആയിരുന്നു. പിന്നെന്താ പറയുക, അപ്പോൾ ഇത് വലിയ ടേസ്റ്റൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഏതായാലും ഇന്നെന്തായാലും വാങ്ങി. ജിരുമോളൊരാഗ്രഹമല്ലോ, ആദ്യമായിട്ട് നോമ്പെടുത്തതാണ്. അപ്പോൾ അങ്ങനെ അത് വാങ്ങിട്ടോ. അപ്പോൾ ഒരു കഷ്ണം അവിടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയണമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ജ്യൂസ് ആക്കാനും വിചാരിച്ച് അങ്ങനെ ഞാനൊരു പാക്കറ്റ് പാലുണ്ട് കേട്ടോ. 1.5 പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഡ്രാഗൺ ഫ്രൂട്ടും എടുത്തത്. അങ്ങനെ അത് വെച്ച് ഇന്നത്തെ ജ്യൂസ് അതാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇത് നല്ലോണം അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ എടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി ജാറിലിട്ട് കൊടുക്കുകയാണ്. പിന്നെന്താ പറയുക, ഇവിടെ ഷുഗറുള്ള ആളുള്ളതുകൊണ്ട് നമ്മൾ പഞ്ചസാര ഇല്ലാതാണ് ആദ്യം അടിക്കുക കേട്ടോ. ഒരു ഗ്ലാസ് അത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ആവശ്യത്തിന് നമുക്ക് വേണ്ടിയിട്ട് പിന്നെ വേറെ ഇടും കേട്ടോ. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ കുറച്ച് എടുത്തേക്കലാണ്. അപ്പോൾ ഏകദേശം കഴിയാനായിട്ടോ. ഇതും കൂടി ലാസ്റ്റാണ്. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് എന്താ പറയുക പഞ്ചസാര ഇടാം. അങ്ങനെ പഞ്ചസാര ഇല്ലട്ടോ, സോറി, പാലൊഴിക്കാം കേട്ടോ. പാലൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിച്ച് വയ്ക്കപ്പോൾ വലിയ ടേസ്റ്റൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ജിലുമോക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഇത് കണ്ടാൽ വിചാരിക്കും നല്ല ടേസ്റ്റാണെന്ന് കേട്ടോ. പക്ഷെ വലിയ ടേസ്റ്റൊന്നുമില്ല. പക്ഷേ ഗുണം ഉണ്ടാവും കേട്ടോ. ഓരോന്നിനും ഓരോതായ ഗുണങ്ങളുണ്ടാവുമല്ലോ. അപ്പം അത് അങ്ങനെ പാലൊക്കെ ഒഴിച്ച് നമ്മൾ അടിക്കട്ടെ കേട്ടോ. പിന്നെ എല്ലാവരും നോമ്പ് ഇവിടെ എത്തി. ക്ഷീണമൊക്കെ ഉണ്ടോ? ഇപ്പോൾ നല്ല വെയിലാണ്, ഭയങ്കര ക്ഷീണമുണ്ട്.
എല്ലാവരും ഇപ്പോൾ ഒരുപോലെയാണ്. ചെറിയ കുട്ടികളും പ്രായമുള്ളവരും ഇടപ്രായമുള്ളവരും എല്ലാവരും ഒരുപോലെ ക്ഷീണം പിടിച്ച ആൾക്കാരാണ് ഇപ്പോൾ. ഒന്നാമത് വെയിലും എല്ലാ ഇതും കൂടി ആയിട്ടാണ്. എന്താ ചെയ്യുക, ഓരോ ദിവസം കൂടുമ്പോൾ ഇന്നാണ് ക്ഷീണം എന്ന് വിചാരിക്കും. പക്ഷെ ക്ഷീണം ഇന്നുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ജ്യൂസാക്കിയിട്ടുണ്ട്. നല്ലോണം അടിച്ചിട്ട് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു തൂക്കാത്രത്തിലേക്ക് ഒഴിച്ചിരിക്കുകയാണ് കേട്ടോ. നമുക്കിത് തൂക്കാത്രത്തിൽ ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് ഞങ്ങൾക്കുള്ള പഞ്ചസാര ഇടുകയാണ് കേട്ടോ. ആദ്യം കുറച്ച് മാറ്റി വെച്ചതാണ്. ആ പഞ്ചസാര ഇട്ടിട്ട് അതിലേക്ക് മിക്സ് ചെയ്യാൻ വിചാരിച്ച്. അങ്ങനെ വൈകുന്നേരമായി, നോമ്പൊക്കെ തുറക്കാനായിട്ടോ. അപ്പോൾ ഞങ്ങൾ സ്പെഷ്യൽ എന്താ പറയുക, പത്തിരി, നൂൽപുട്ടി, ചിക്കൻ കറി, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് എത്തിച്ചിട്ടുണ്ട്. ഇന്ന് വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഞങ്ങളെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.